സയ്യിദുന അനസ് തങ്ങളടക്കമുള്ള സഹാബാക്കൾ അത് പറയുന്നുണ്ട്. ഒരു ഹദീസിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഏതാണ്? അൽ മർഉ, ഒരു മനുഷ്യനാകുന്നത് മഅമൻ അഹബ്ബ, അവൻ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവനോട് കൂടെയാണ്. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ആ മഹബത്ത് അത്രയും ക്ലിയർ ആയിരുന്നു. അവർക്ക് ആ ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമ്മാനാണ്. കാരണം അവർക്ക് ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് മഹബത്തുണ്ടോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ എന്നതിൽ സംശയമില്ല. ഞങ്ങൾക്ക് ഞങ്ങളെക്കാൾ റസൂലുള്ളാഹിനോട് ഇഷ്ടം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ അവർക്ക് ഡൗട്ടില്ല. അതുകൊണ്ടാണ് അൽ മർഉ മഅമൻ അഹബ്ബ, ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടൊപ്പമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അന്ത്യനാൾ എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ സ്വഹാബിയോട് ഒത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് മാ അഅത്ത, അന്ത്യനാളിന് വേണ്ടി എന്താ ഒരുക്കിയിട്ടുള്ളത്? അന്ത്യനാളിന്റെ ഡേറ്റ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അന്ത്യനാളിന് വേണ്ടി എന്തൊരുക്കിയിട്ടുണ്ട്? ഒന്നുമില്ല. ഹബീബേ, അള്ളാഹുവിനോടും അങ്ങയോടുമുള്ള മഹബത്താണ്. അപ്പോഴും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അൻത അമൻ അഹബ്ബത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത്, നീ ആരെയാണോ മഹബത്ത് വെച്ചത് അവരോടൊപ്പമാണെന്ന് ത്വഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലും നമ്മള് നമ്മുടെ കൈകാലുകൾ കൊണ്ട് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലുകളെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യം ഹൃദയം കൊണ്ട് ചെയ്യുന്നതിനാണ്. ഹൃദയവും അവയവങ്ങളും കൂടെ ആയാൽ ഉഷാറായി. പക്ഷേ ഒന്ന് അവയവങ്ങൾ കൊണ്ട്, ഒന്ന് ഹൃദയം കൊണ്ട്. ഇപ്പൊ ഹൃദയത്തിന്റെ അമലാണ് ഈമാൻ, ഭയങ്കര പുണ്യാണ് ഈമാൻ. നിസ്കാരം, നോമ്പ് തുടങ്ങിയ അമലൊക്കെ ചെയ്യുന്നതിന്റെ മുമ്പ് അല്ലാഹു പറഞ്ഞത് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, ഈമാൻ ഹൃദയത്തിന്റെ അമല. തവക്കുൽ, അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുക. സബർ, എന്ത് ബുദ്ധിമുട്ട് വന്നാലും ക്ഷമിക്കുക, ഹൃദയത്തിന്റെ അമലുകളാണ്. അതിൽപ്പെട്ടതാണ് മഹബ്ബത്ത്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവരിഷ്ടപ്പെടുന്നവരെയും സ്നേഹിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബത്ത് ചിലപ്പോ എല്ലാ അമലുകളെയും അതിജയിച്ച് ഒന്നാം നമ്പറാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മഹബത്ത് തന്നെ ഹൃദയം കൊണ്ടുള്ള അമലാണ് ഏറ്റവും പ്രധാനം. ആ ഹൃദയം കൊണ്ടുള്ള അമലിൽ അതിപ്രധാനമാണ് മഹബ്ബ, സ്നേഹം. ആ മഹബ്ബത്ത് 3 തരം. ഒന്ന് അൽ മഹബ്ബത്തു ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. രണ്ടാമത്തത് അൽ മഹബ്ബത്തു ലിന്നബി ത്വഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്താണ്. മൂന്നാമത്തത് അൽ മഹബ്ബത്തു ലിഇബാദില്ലാഹ്, ബാക്കിയുള്ള സ്വാലിഹീങ്ങളായ അല്ലാഹുവിന്റെ അടിമകളോടുള്ള സ്നേഹമാണ്. ഇതിലെ ഏറ്റവും വലിയ മഹബ്ബത്ത് വരിദ്വാനുല്ലാഹി അക്ബർ, അതിലൊരു സംശയമില്ല. ഏറ്റവും വലുത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് തന്നെയാണ്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹക്ക് ഒരു പ്രപ്പോസൽ വന്നു, കല്യാണക്കാരി. ആരാണ് പ്രപ്പോസൽ കൊടുത്തയച്ചത്? ജെറൂസലമിലെ രാജാവാണ്. എനിക്ക് അങ്ങനെ ഒരു കല്യാണമൊന്നും വേണ്ട. അള്ളാഹുവിന്റെ ആരാധനയിൽ, ആത്മജ്ഞാനത്തിൽ മധു നുകർന്നുകൊണ്ടിരിക്കുന്ന റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹക്ക് അങ്ങനെ ഒരു ദാമ്പത്യത്തിനോടുള്ള മോഹമൊന്നുമില്ല. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാലം കഴിഞ്ഞു, വീണ്ടും ഒരു പ്രപ്പോസൽ. അതേ ജെറൂസലമിലെ രാജാവ്, റാബിയ, താങ്കളെ കല്യാണം കഴിക്കാൻ ആദരണീയനായ ജെറൂസലമിലെ രാജാവ് നെയ്മൊക്കെ ചേർത്തിട്ട് അറിയിക്കുന്നു എന്നുള്ള വിവരം. ഒറ്റയടിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു കല്യാണം വേണ്ട. മൂന്നാമത്തെ തവണ റാബിയത്തുൽ അദവിയ്യന്റെ അടുക്കലേക്ക് റളിയല്ലാഹു അൻഹ ജെറൂസലമിലെ രാജാവ് നേരിട്ട് കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, പൊന്നാര റാബിയ, നീ എന്റെ വസ്ത്രം
വസ്ത്രം മലക്കി തരണ്ട, എനിക്ക് ഭക്ഷണം പാചകം ചെയ്യണ്ട, എന്റെ വീട് വൃത്തിയാക്കണ്ട, എന്റെ ഒരു ഭാര്യയായി തന്നാൽ മതി, എന്റെ ലൈംഗിക ആസ്വാദനങ്ങൾക്ക് പോലും താങ്കളെ വേണ്ട റാബിയ, എന്റെ സൗജത്തായാൽ മതി. അപ്പോ ഒരു ജെറൂസലമിലെ രാജാവ് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ വന്നൊക്കെ കെഞ്ചിയപ്പോ എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു റാബിയത്തുൽ അദവിയ്യ. ആ കല്യാണം അവിടെ ഉറപ്പിക്കാൻ നിൽക്കുമ്പോ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഅല സൗജതി അതുഹിബ്ബ സൗജഹാ, പൊന്നാര രാജാവേ, ഒരു ഭാര്യ എന്ന നിലക്ക് ഞാൻ നിങ്ങളെ സ്നേഹിക്കേണ്ടി വരുമോ? ഭക്ഷണം പാചകം ചെയ്യണ്ട, വസ്ത്രം അലക്കി തരണ്ട, വീട് വൃത്തിയാക്കണ്ട, മറ്റൊന്നും ചെയ്യണ്ടെന്ന് താങ്കൾ പറഞ്ഞു, ഞാൻ അങ്ങയെ സ്നേഹിക്കേണ്ടി വരുമോ? രാജാവ് പറഞ്ഞു, അതില്ലാതെ പറ്റൂലല്ലോ, ഒന്നും എനിക്ക് വേണ്ട റാബിയ, അങ്ങയുടെ മഹബ്ബത്ത് എനിക്ക് വേണം. അതില് നിസ്സഹയായിട്ട് റാബിയ പറഞ്ഞു, അഫ്വൻ യാ സയ്യിദി, സോറി രാജാവേ, എന്റെ ഹൃദയത്തിൽ എന്റെ അല്ലാഹുവിനെയും അവിടുത്തെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാനല്ലാതെ സ്ഥലമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ ഹൃദയം മുഴുവൻ അല്ലാഹുവിനോടും അവിടുത്തെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമുള്ള മഹബ്ബത്ത് കൊണ്ട് നിറഞ്ഞുപോയി. അപ്പോ ഏറ്റവും പ്രധാനം അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ മഹബ്ബത്തിന് അള്ളാഹു വെച്ച മാനദണ്ഡം, ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ത്വാഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് അല്ലാഹു വെച്ചതാണ്. അഹബ്ബാവണം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങളെക്കാൾ ഇഷ്ടപ്പെടണം എന്നുള്ളത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ കിട്ടുന്നതോ അല്ലാഹുവിന്റെ മഹബ്ബത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ? അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുക. അള്ളാഹിന്റെ മഹബ്ബത്ത് കിട്ടാൻ ആരെ സ്നേഹിക്കണം? അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയാൻ ശ്രമിച്ചതിന്റെ ഒന്നാമത്തെ ഭാഗം അതാണ്. എന്തിനാണ് മഹബ്ബത്ത്? അള്ളാഹിന്റെ മഹബ്ബത്ത് കിട്ടാനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹബ്ബത്ത് ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതെങ്ങനെ? നമ്മൾ ഹബീബിനെ മഹബ്ബത്ത് വെക്കുമ്പോ ഹബീബിന് നമ്മളോട് മഹബ്ബത്ത് വരും. അതാരുടെ കൂടെ മഹബ്ബത്താണ്? ഏറ്റവും വലിയ അല്ലാഹുവിന്റെ തൃപ്തിയാണ്. എന്നാൽ എന്താണ് ഈ മഹബ്ബത്ത്? മഹബ്ബത്ത് സ്നേഹം. നമ്മൾ ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ അൽ മർഉ മഅ മൻ അഹബ്ബ അൻത മഅ മൻ അഹബ്ബത. ഫുൾ ഹബ്ബാണ്. എന്താണ് മാഹിയൽ ഹബ്ബ്? മാഹിയൽ മഹബ്ബ? എന്താണ് ഈ സ്നേഹം? എന്താണ് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ? അതിനൊരു ഡെഫിനിഷൻ പറയാൻ പറ്റൂല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് മദീനയിലേക്ക് വന്നില്ല. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് മദീനത്തേക്ക് കണ്ട് വരുന്നില്ല. കാരണം മഹബ്ബത്താണ്. എനിക്ക് ഹബീബിനെ ആലോചിച്ചിട്ട് നിയന്ത്രണം വിട്ടുപോകും. എന്നാൽ അപ്പുറത്ത് കലാപകലുഷിത കാലത്ത് വലിയ പോരാട്ടങ്ങൾ, തന്നെ കൊല്ലാൻ ആളുകൾ തക്കം പാർത്തിരിക്കുകയാണ്. തനിക്കെതിരെയുള്ള ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാനും മദീനത്ത് വിട്ടുപോകില്ല. അങ്ങനെ മദീനയിൽ വെച്ച് തന്നെ രക്തസാക്ഷിയായി സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിക്കോളി, ആളുകൾ നിങ്ങളെ വെട്ടാൻ കാത്തുക. എന്റെ ഹബീബിന്റെ മദീന വിട്ടു പോകാൻ എന്റെ മനസ്സുകൊണ്ട് സാധ്യമല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ
മഹബത്ത് എന്താ? മദീനത്ത് നിൽക്കലാണോ? മദീനത്ത് നിൽക്കലാണോ മഹബത്ത്? അങ്ങനെയാണെങ്കിൽ ബിലാൽ തങ്ങളുടേത് മഹബത്ത് അല്ല എന്ന് പറയും. എന്നാൽ മദീനത്ത് നിന്ന് പോകലാണോ മഹബത്ത്? പിന്നെ ഉസ്മാൻ തങ്ങളുടേത് മഹബത്ത് അല്ല എന്ന് പറയും. മഹബത്തിന് ഡെഫിനിഷൻ ഇല്ല. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ്, അതൊരു ഫീലിംഗ് ആണ്. അത് പല രൂപത്തിലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ആ മഹബത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് കൂട്ടി തരട്ടെ. പക്ഷേ മഹബത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് മഹബത്ത് വെച്ചതിന്റെ ഒരംശം പോലും. മഹാന്മാർ പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള രോമങ്ങൾ മുഴുവൻ മഹബത്തായി മാറി. നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ മുഴുവൻ മഹബത്തായി മാറിയാലും ശരി, ആ മഹബത്ത് മുഴുവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്താലും ശരി, ഹബീബ് ഇങ്ങോട്ട് പ്രേമിച്ചതിന്റെ നാലയിലെത്തൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 മണിക്കണീക്കും, 2 മണിക്കണീക്കും, 1 മണിക്കണീക്കും, എന്നിട്ട് അങ്ങനെ നിസ്കരിക്കും. ചിലപ്പോൾ ജന്നത്തുൽ ബഖീൽ പോയിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു റക്അത്ത് തന്നെ മണിക്കൂറുകളോളം. ഒരൊറ്റ റക്അത്തിൽ ഹബീബ് കൊണ്ടുവന്നിരുന്നത് സൂറത്തുൽ ബഖറ മുഴുവൻ, ചിലപ്പോൾ ബഖറയും ആൽ ഇംറാനും. സയ്യിദത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി ജന്നത്തുൽ ബഖീലിന്റെ ചാരത്ത് പോയി നിസ്കരിക്കുമ്പോൾ ചാരത്ത് നിന്നിട്ട് എന്താണ് റസൂലുള്ളാഹി ഓതുന്നതെന്ന് നോക്കി. സുബ്ഹാനല്ലാഹ്, ഓതുന്നത് എന്തെന്നറിയുമോ? ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി. ജന്നത്തുൽ ബഖീൽ 1-2 മണിക്കൂറുള്ള നിസ്കാരത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ദ്വാരുന്നത് നമുക്ക് വേണ്ടിയാണ്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കണ്ടല്ല, അപ്പൊ നിസ്കാരത്തിൽ സൂറത്തൊന്നും ഓതാറില്ലേ? അപ്പൊ സൂറത്തൊന്നുമില്ലേ? ഹബീബ് പറയാണ്, എനിക്ക് എന്റെ ഉമ്മത്തിന്റെ കാര്യമാണ് വലുത്. ഞാൻ ജനിച്ചതും ജീവിച്ചതും മരിക്കുന്നതും എല്ലാം എന്റെ ഉമ്മത്തിനാണെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ഉറപ്പുള്ള ചില സന്ദർഭങ്ങൾ കൊടുത്തു. എല്ലാ പ്രവാചകരും അത് പെടുന്നതായിരുന്നു. നമ്മുടെ നബിയോ യൗമ യദഉ ആദമു വൽ അംബിയാ നഫസി 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 നഫസിയാ യൗമ യദഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഉമ്മത്തി. എല്ലാവരും അന്ത്യനാളിൽ നഫ്സി നഫ്സി എന്ന് പറയുമ്പോ എനിക്ക് അവിടെയും എന്റെ കാര്യം പറഞ്ഞ് എന്റെ ഉമ്മത്തിന്റെ കാര്യം പറയാൻ വേണ്ടി ആ ചാൻസ് മാറ്റിവെച്ചു. അതൊരു വല്ലാത്തൊരിക്കല്ലേ. എന്തെല്ലാം സഹിച്ചിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻപല്ല് പൊട്ടി, അമ്മാവന്മാരെ എറിഞ്ഞു, നാട്ടിൽ നിന്ന് പുറത്തായി പോയി, പട്ടിണി കിടന്നു, എന്തെല്ലാം ആൺകുട്ടികളൊക്കെ മരിച്ചു പോകുന്നു, എന്തെല്ലാം. അപ്പൊ റസൂലുള്ളാഹിയുടെ ആൺമക്കളെ തരട്ടെ, എന്റെ പട്ടിണി മാറ്റണേ, എന്റെ ശത്രുക്കളെ തകർത്തെറിയണേ. അപ്പോഴൊന്നും അത് ഉപയോഗിച്ചില്ല. എത്ര ഘട്ടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർണായകമായി പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ആവശ്യമൊന്നും അവിടെ ഒന്നും ഉപയോഗിച്ചില്ല. അതാർക്ക് വേണ്ടി മാറ്റിവെച്ചു? ഉമ്മത്തി ഉമ്മത്തി യാ ഉമ്മത്തി. മഹ്ശറാവൻ സഭയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അത് മാറ്റിവെച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ എത്ര അങ്ങോട്ട് മഹബ്ബത്ത് ചെയ്താലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെയ്തതിന്റെ ഒരംശം പോലും അല്ലാഹു നമുക്ക് കൂട്ടി ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്നാലും എന്താണ് മഹബ്ബത്ത്? മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മുഴുവൻ നിയന്ത്രണവും
ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തണം. സ്വലാത്ത് ചൊല്ലി ചൊല്ലി അവിടുത്തെ മദ്ഹ് പറഞ്ഞു പറഞ്ഞ് അവിടുത്തെ പറ്റി പഠിച്ച് നമ്മളെ നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹുവിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ആരാണ്? മുഹമ്മദ് മുസ്തഫ. നോമ്പ് നോറ്റിട്ട് പകലിൽ തന്റെ ഭാര്യയെ ചുംബിച്ചു. തെറ്റൊന്നുമില്ല. പക്ഷേ റമദാനിൽ നോമ്പ് നോറ്റിട്ടത് നല്ലതല്ലല്ലോ. ഭാര്യയെ ചുംബിച്ചു പോയി. അന്ന് രാത്രി സ്വപ്നത്തിൽ വരികയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വേണ്ടായിരുന്നു. ഇവിടെ നിയന്ത്രണമാണ്. അത് വേണ്ട ഉമറേ, പകലിൽ ഭാര്യയെ ചുംബിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. അത് മഹബത്തോണ്ടാണ്. ഹഗ് കൊടുത്തു. ആദ്യം ഉമർ റളിയല്ലാഹുവിന്റെ പോളിസി എന്തായിരുന്നു? എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം ഫസ്റ്റ് എന്നോട്, പിന്നെ എനിക്കെന്റെ വാപ്പ ഉമ്മ ഭാര്യ മക്കളെക്കാളൊക്കെ ഇഷ്ടം അങ്ങയോട്. ഇതായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ ആദ്യത്തെ പോളിസി. റസൂൽ എന്ന് പറഞ്ഞു, ഉമറേ ഈമാന് പൂർണ്ണമായിട്ടില്ല. ഉടനെ തിരുത്തി, എനിക്ക് എല്ലാത്തിനേക്കാളും പ്രധാനം എന്താണ് യാ റസൂലല്ലാഹ്? കമുല ഈമാനു. ഇപ്പോഴാണ് ഉമറേ എന്റെ ഈമാൻ പൂർണ്ണമായതെന്ന് കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മഹബ്ബത്തിന്റെ യഥാർത്ഥ ഭാഗം എന്ന് പറഞ്ഞാൽ നീ നൽകലാണ്. എല്ലാ വസ്തുവും ലിമഹ്ബൂബിക, നിന്റെ ഇഷ്ടമായ മുത്ത് റസൂലുള്ളാഹ്. ഹത്താ ലാ യബ്ഖാ മിൻ നഫ്സിക ഷൈഉൻ. നിനക്ക് നിന്റേതാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, എല്ലാം റസൂലുള്ളാഹിന്റേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ മഹബ്ബത്ത് തരട്ടെ. അതിലൊന്നാമനാണ് സിദ്ദീഖ് തങ്ങൾ. ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്. നമ്മൾ അല്ലാഹു സൃഷ്ടാവാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്നും ഉൾക്കൊള്ളുന്നത് പോലെ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അംബിയായിന് ശേഷം ഒന്നാമൻ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് വിശ്വസിക്കണം. അത് നമ്മുടെ ഈമാനാണ്. ഈമാനിന്റെ ഭാഗം അത് ഉമറാണോ അതോ അബൂബക്കറാണോ ഒന്നാമൻ? ആ സംശയമേ അവിടെ ഇല്ല. ഒന്നാമൻ ആര് തന്നെ? അബൂബക്കർ തങ്ങൾ. അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, എന്താ ഇനി വീട്ടിലുള്ളത്? എല്ലാം അങ്ങനെ കൊണ്ടുവരാ. എന്താണ് അബൂബക്കർ വീട്ടിൽ വെച്ചിട്ടുള്ളത്? അപ്പൊ പറഞ്ഞു, ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് നാളേക്കൊക്കെ വേണ്ടേ? അതിന് അബൂബക്കർ ഇല്ലല്ലോ, ഹബീബല്ലേ ഉള്ളൂ. ഹബീബ് ഉള്ളിടത്ത് അബൂബക്കർ ഇല്ലല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് എല്ലാ ഒരു തരം സ്വന്തത്തെ അറുത്ത് സർവസ്വവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ചിലപ്പോൾ നമ്മൾ ഭ്രാന്ത് എന്ന് പറയും, പൊട്ടത്തരെന്ന് പറയും. പക്ഷേ ആ ഭ്രാന്താണ് സ്വർഗത്തിന്റെ അടിസ്ഥാനം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ മുത്ത് റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചതുപോലെ മഹബ്ബത്ത് വെച്ച് അവിടത്തോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അമ്പിയാക്കളുടെ ദറജ കഴിഞ്ഞാൽ പിന്നെയുള്ളത് സിദ്ദീഖീങ്ങളുടെ ദറജയാണ്. അതിന്റെ അടിസ്ഥാനം മഹബ്ബത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു മെലിഞ്ഞൊട്ടിയിട്ട് ശരീരമൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ വരിക. മുത്തനബി ചോദിച്ചു, എന്ത് പറ്റിയ സൗബാനെ? ശരീരമൊക്കെ ആകെ ചുക്കിച്ചുളിഞ്ഞു പോയല്ലോ, നിറമൊക്കെ ആകെ മങ്ങിപ്പോയല്ലോ. അപ്പൊ പറഞ്ഞു, എനിക്കൊന്നുമില്ല, പക്ഷെ ഞാൻ പ്രേമരോഗം എനിക്ക് പ്രേമരോഗമാണ്. മുത്തുനബിയെ, ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയിടക്ക്. അപ്പൊ എനിക്ക് ഇങ്ങനെ പല വിഷമവും വരും. അപ്പൊ ഞാൻ എന്റെ ഹബീബിനെ ഒന്ന് വന്ന് കാണും. അത് കാണുമ്പോ എന്റെ എല്ലാ വിഷമവും തീർന്നു പോകും. ഇപ്പൊ കുറച്ചായിട്ട് ഞാനൊരു ചിന്തയിലാണ്. എനിക്കിവിടെ എന്റെ ഹബീബിനെ ഇത്രയും കാണാനല്ലോ. പക്ഷെ ഞാൻ എങ്ങാനും മരിച്ചാൽ എന്റെ ഹബീബ് വിട പറഞ്ഞു
സ്വർഗത്തിന്റെ ഉന്നത തട്ടിലായിരിക്കും. ഞാനെങ്ങാനും സ്വർഗത്തിൽ കടന്നാൽ തന്നെ സ്വർഗത്തിന്റെ താഴെ തട്ടിലല്ലേ എനിക്കെന്റെ ഹബീബിനെ കാണാൻ പറ്റുമോ? തങ്ങളുടെ ഒരു വിഷമം. ഇപ്പൊ വഫാത്തായിട്ടില്ല, വർഷങ്ങൾക്ക് ശേഷം നടക്കാനുള്ള ഒരു കാര്യം ആലോചിച്ചിട്ട് ഇപ്പോഴേ രോഗം, പ്രേമരോഗം വന്ന് ശരീരം മെലിഞ്ഞൊട്ടിപ്പോയി. നമുക്കിത് പ്രേമരോഗം എന്ന് പറയാം. പക്ഷെ അപ്പോഴാണ് ഒരായത്തിറങ്ങിയത്, അല്ലദീന നിങ്ങൾ ആരെയാണോ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടത് അവരോടൊപ്പമായിരിക്കും സ്വർഗത്തിൽ. അതാർക്ക് വേണ്ടി ഇറങ്ങിയത്? സത്യത്തിൽ സൗബാനങ്ങൾ എന്ന പ്രേമരോഗി. പക്ഷെ പ്രേമം ആരോടാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മുത്തുനബി പറഞ്ഞു, മാ നഫഅനി മാലു അഹദിൻ ഖത്തു മാ നഫഅനി മാലു അബീ ബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ തങ്ങളുടെ മുതൽ എനിക്ക് ഉപയോഗപ്പെട്ടതുപോലെ ഒരു മനുഷ്യന്റെ മുതൽ എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. അത് കേൾക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സത്യത്തിൽ എന്താ ശ്രദ്ധിക്കുന്നത്? വരേണ്ട ഫീലിംഗ്, ഹാപ്പി, ഭയങ്കര സന്തോഷം. കാരണം റസൂൽ പറഞ്ഞത് എന്താ? എനിക്ക് അബൂബക്കറിന്റെ ഉപകാരപ്പെട്ടതുപോലെ ലോകത്തൊരു മനുഷ്യന്റെ മുതൽ ഉപകാരപ്പെട്ടിട്ടില്ല. ചിരിക്കേണ്ട സുദ്ദീഖ്, ആനന്ദിക്കേണ്ട സുദ്ദീഖ്, ഹർഷപുളകിതനാകേണ്ട സുദ്ദീഖ്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടേണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. സിദ്ദീഖ് എന്തിനാണ് കരയുന്നത്? സിദ്ദീഖ് തങ്ങൾ പങ്ങി പങ്ങി പറയുകയാണ്, അങ്ങെന്തിനാണ് ഹബീബേ എന്റെ മുതലും അങ്ങയുടെ മുതലും രണ്ടാക്കുന്നത്? എന്റെ മുതൽ മുഴുവൻ അങ്ങയുടേതല്ലേ? അങ്ങ് സിദ്ദീഖിന്റെ മുതലാണ് എനിക്ക് ഏറ്റവും ഉപകരിച്ചെന്ന് പറയുമ്പോൾ സിദ്ദീഖിന്റെ മുതൽ വേറായി പോവില്ലേ? എന്റെ മുതലൊക്കെ അങ്ങയുടേതല്ലേ യാ റസൂലല്ലാഹ്? ഇതാണ് സ്വന്തം തീർന്നു പോവുക. മുഹമ്മദ് മുസ്തഫ ഗുഹയിലേക്ക് ഇങ്ങനെ ആ പാലായനത്തിൽ ഒരു ഗുഹയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് തങ്ങൾ നിന്നല്ലോ. ആ പൊത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ ഗുഹക്ക് കുറെ ചെറിയ ചെറിയ ദ്വാരങ്ങൾ, അതൊക്കെ അടച്ചു അല്ലേ? അടച്ച് അവസാനം ഒരു ദ്വാരം മാത്രം ബാക്കി. അതിൽ കാലും വെച്ച് ആ കാലിനെയാണ് ആ പാമ്പിന് പോലും ചരിത്രമുണ്ട്. ആ പാമ്പ് വർഷങ്ങളായി റസൂലുള്ള ഇവിടെ വരുമെന്നറിഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. അപ്പയാണ് ദ്വാരങ്ങളും ഒന്ന് അടക്കപ്പെട്ടത്, അപ്പയാണ് കുത്തുന്നത്. ആ പാമ്പിന് പോലും ചരിത്രത്തിൽ വലിയ ഇടമുണ്ട്. ഞാൻ പറയുന്നത്, അങ്ങനെ യാത്ര തുടരുമ്പോ സിദ്ദീഖ് തങ്ങളോട് മുഹമ്മദ് മുസ്തഫ ചോദിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല ഒറ്റ ജോഡി ഡ്രസ്സേ ഉള്ളൂ, രണ്ട് കൂട്ടുമായിട്ടില്ല വന്നത്, ഒറ്റൊന്നേ ഉള്ളൂ, മാറ്റിയിടാനൊന്നില്ലേ യാ റസൂലല്ലാഹ്? അപ്പൊ എന്റെ ഒരു ജോഡി കീറിയിട്ട് അത് മുറിച്ചിട്ട് അത് പീസാക്കിയിട്ട് അതുകൊണ്ടല്ലേ ഞാൻ ദ്വാരങ്ങളൊക്കെ അടച്ചത്. പിന്നെ ഒരു ദ്വാരം അടക്കാൻ വസ്ത്രത്തിൽ അതിന്റെ ബാക്കി ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ അവിടെ എന്റെ കാൽവിരൽ വെച്ചത്. സിദ്ദീഖിന് ഡ്രസ്സ് മാറ്റുന്നുണ്ടേ, അതിന് സിദ്ദീഖില്ലല്ലോ. ഹബീബേ അങ്ങല്ലോ ഉള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതൊരു വലിയ തീരലാണ്. പക്ഷേ ആ തീരലിന്റെ അപ്പുറത്ത് അള്ളാഹു ഏറ്റെടുത്തു. ഇതിന് കാണുമ്പോ അള്ളാഹുവിനോട് മുത്തുനബി ചോദിക്കുകയാണ്, യാ അല്ലാഹ്, അല്ലാഹുമ്മ പടച്ചോനെ ഈ സിദ്ദീഖിനെ സ്വർഗത്തിൽ കടത്തണേ. അള്ളാന്റെ മറുപടി, സിദ്ദീഖ് എപ്പോഴും സ്വർഗത്തിലാണല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് അടിസ്ഥാനം? മഹബ്ബത്താണ്. ഒരമ്പങ്ങനെ വരുമ്പോ ഹബീബിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ഖത്താദ. എന്തുകൊണ്ട്? തന്റെ മുഖം കൊണ്ട് റസൂലുള്ളാഹിക്ക് വരുന്ന അമ്പിന്റെ മുമ്പിൽ തങ്ങൾ കാണിക്കുന്നത് അവിടുത്തെ മുഖമാണ്. മുഖമോ ആ മുഖത്തിന്റെ ഏറ്റവും കോർപ്പോയിന്റായ കണ്ണിലേക്കാണ് അമ്പ് തലച്ചുപോയത്. തറച്ച അമ്പ് കഥാത അങ്ങനെ തന്നെ വലിച്ചെടുത്തു. ആർക്ക് വേണ്ടി?
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, കർത്താവ് അങ്ങനെയൊക്കെ ചെയ്യണോ? അങ്ങേക്ക് തട്ടാൻ പാടില്ലല്ലോ, ഇത് സംഭവിച്ചു, അങ്ങനെ മാറ്റി തന്നാൽ മതി. റസൂലുള്ളാഹി കൈവച്ചു ഇവിടെ വെച്ച് ദുആ ചെയ്തു. ആ കണ്ണ് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി. എല്ലാ സഹാബാക്കളും ഉഹുദ് യുദ്ധം അതിൻ്റെ ഒരു രംഗാണ്. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അമ്പ് വരുമ്പോ അങ്ങയുടെ നെഞ്ചകത്തേക്ക് അമ്പ് തറക്കരുത്, തന്റെ ബോഡി കൊണ്ട്, തന്റെ ചെസ്റ്റ് കൊണ്ട് അമ്പ് മുഴുവൻ പ്രതിരോധിക്കാൻ ഈ മഹബത്താണ് സഹാബാക്കൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മഹബത്ത് കൂടണം. സയ്യിദുനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അവിടുത്തെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. ചെറിയ കുട്ടിയാണ്. ഉമ്മ ചോദിച്ചു, റസൂലുള്ളാഹിനെ കണ്ടിരുന്നോ? കണ്ടിട്ടില്ല. ഇന്നലെ കണ്ടിരുന്നോ? ഇന്നലെ കണ്ടിട്ടില്ല. വീട്ടിൽ നിന്ന് പോയി റസൂലുള്ളാഹിനെ കണ്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ട് വന്നാ മതി. ഹുദൈഫ തങ്ങള് റസൂലുള്ളാഹിനെ കാണാൻ പോയി. ഉമ്മ സ്നേഹം പഠിപ്പിക്കാണ്. ഹബീബിനെ കാണാത്തൊരു ദിവസം പള്ളിയിൽ പോവാൻ പറഞ്ഞു. മഗ്‌രിബിന് എത്തി കുട്ടി. അങ്ങനെ റസൂലുള്ളാഹി ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ, നമ്മൾ കഴിഞ്ഞ വർഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദിവസത്തെ ടൈം ടേബിൾ പഠിച്ചിരുന്നു. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അവിടുന്ന് അങ്ങനെ ആരാധനാ നിമഗ്നനാകും. അപ്പൊ ഇശാവ് കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ നോക്കുമ്പോ കഥകിന്റെ അപ്പുറത്തൊരു കുട്ടി, ചെറിയ കുട്ടി, ഹുദൈഫ റളിയല്ലാഹു അൻഹു. എന്താ ഹുദൈഫ ഇവിടെ നിൽക്കുന്നത്? ഉമ്മ പറഞ്ഞയച്ചതാണ്. അങ്ങയെ കണ്ടിട്ടേ വരാൻ പറ്റുള്ളൂ, ദ്വാരക്കാനും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി ആ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്തു. കാണാനും മഹബത്ത് വെക്കാനും സഹാബാക്കൾ പഠിപ്പിച്ചു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് കേട്ട് ഇതുപോലെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, നമുക്ക് നമ്മളെക്കാൾ പ്രധാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ഒരു മഹബത്തിലേക്ക് എത്താൻ കഴിയണം. ഒരു ഉഹദ് യുദ്ധം കഴിഞ്ഞെന്നെ സഹാബാക്കൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ അവരെ സ്വീകരിക്കാൻ ഒരു സ്ത്രീ ഇങ്ങനെ നോക്കി നിൽക്കുക. സ്ത്രീയോട് പറഞ്ഞു, കുത്തിലാബുക്ക്, നിങ്ങളെ വാപ്പ മരിച്ചിട്ടുണ്ടോ? എന്റെ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? കുഴപ്പമില്ല. വേറൊരാൾ വന്നിട്ട് നിങ്ങളെ ഭർത്താവ് മരിച്ചു, നിങ്ങളെ സഹോദരൻ മരിച്ചു, നിങ്ങളെ മോനും മരിച്ചു. അതിലൊന്നും ഹഞ്ചാട്ടില്ല. ചോദ്യം മാത്രം ചോദ്യം, എന്റെ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഹബീബിനൊന്നും പറ്റിയിട്ടില്ല എന്ന് കേൾക്കുമ്പോ സ്വന്തം ബാപ്പ മരിച്ചെടുത്ത്, ഭർത്താവ് തീർന്നെടുത്ത്, മക്കളെ രക്തസാക്ഷിയായിടത്ത് ഉമ്മ പറയാണ്, ഹബീബുണ്ടെങ്കിൽ പിന്നെ എന്റെ വിഷയങ്ങളൊന്നും വിഷയമല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മഹബത്ത് നമ്മുടെ ഉള്ളിലുണ്ട് എന്നതിന്റെ ചില അടയാളങ്ങൾ. ഒന്ന്, ആ റസൂലുള്ളാഹിന്റെ സ്വഭാവം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭയങ്കര മഹബത്താണ്. മഹബത്തിനൊക്കെ മുമ്പിലാണ്, പക്ഷെ ഭയങ്കര പ്രതികാരം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ മാനദണ്ഡം എന്താന്ന് ചോദിച്ചാൽ, ലാ യന്തഖിമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരോടും പ്രതികാരം ഉണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രതികാരം എടുക്കണ പരിപാടി അവിടെ നമ്മളോ നിസ്സാര വിഷയങ്ങൾ, ചിരിക്കാത്തതിന്, വിളിക്കാത്തതിന് പ്രതികാരം. ഇന്നലേക്ക് പ്രതികാരം ഉണ്ടെങ്കിൽ എന്ത് മഹബത്താണ്. കാരണം ഉള്ളിലും മഹബത്ത് ഉണ്ടെങ്കിൽ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപാരമായ സ്വഭാവങ്ങളും നമ്മളിൽ വരും. ഏറ്റവും വലുത് പ്രതികാരം എടുക്കൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത്, റസൂലുള്ളാഹിനെ പറയലൊരു ആവേശമാണ്, സലാത്ത് ചെല്ലലൊരു ആവേശമാണ്. ഷാറാനി തങ്ങൾ പറയുന്നുണ്ടല്ലോ, അവർ ഉസ്താദ് ഒരു ദിവസം 40,000 സ്വലാത്ത്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ചൊല്ലി ചൊല്ലി സ്വലാത്ത് ചൊല്ലി ചൊല്ലി ജീവിച്ചവർ സ്വലാത്ത് കൂട്ടും. പിന്നെയോ അവരാഗ്രഹം
ലിഖാഇ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ ഇങ്ങനെ കാണാനുള്ള പൂതി എപ്പോഴും റസൂലുള്ളാഹിനെ കാണണം. അത് മഹബ്ബത്തിന്റെ അടയാളമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ അടിസ്ഥാനപരമായി ഖുർആൻ തന്നെ പറഞ്ഞു, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് ഹുബ്ബുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹനെ ഹുബ്ബ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇത്തിബാഅ് ചെയ്യണം. റസൂൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സ്നേഹമാണെങ്കിൽ ഇത്തിബാഉൽ ബഅദ്, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല, റസൂലുള്ള ചെയ്തല്ലോ എന്ന അർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇത്തിബാഅ് ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെടും, ട്രെൻഡായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സാഹചര്യമായിരിക്കും, അതുകൊണ്ട് ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത്. എൻ്റെ ഹബീബ് ചെയ്തല്ലോ എന്ന അർത്ഥത്തിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതും യഥാർത്ഥ മഹബ്ബത്തായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സ്വീകരിക്കുന്നവരായതുകൊണ്ട് ബുർദയിൽ ഇപ്പം ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. സമയം വൈകിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. റബീഉൽ അവ്വലിൽ മാത്രമാണ് നമ്മളൊരു നല്ല മദ്ഹൊക്കെ നടത്താറുള്ളത്. നമ്മുടെ ജീവിതം മുഴുവൻ മദ്ഹായി മാറേണ്ടതാണ്. മദീനത്തെ പള്ളിയിൽ 2 മെമ്പർ, ഒരു മെമ്പർ മുഴുവൻ മദ്ഹിനായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഅയ്യത്ത് പ്രദാനം. ആമിൻ തദക്കുരി ജീറാനിൻ ബിദി സലാമീൻ മാ സജ്ദാദൻ അൻജറാ മിൻ മുഖ്ലതിൻ ബിദമീൻ അംഹബതി റീഹു മിൻ തിൽഖാഇ കലിമതീൻ വഅൗമാ والبرق في والماء من إظامي مولاي صل وسلم دائما أبدا على حبيبك خير فما لي عينيك إن قلت كفوفها متى وما لي قلبك إن قلت استفق يهيمي أيحسب الصب أن الحب منكتم ما بين منسجم منه ومضطرب مولاي صل وسلم على حبيبك خير الخلق كلهم لولا الهوى لم تريق دمعا على ضلال ولا أرقت لذكر الباني والعالمين فكيف تنكر حبا بعد ما شهدت به عليك عدول الدمع والسقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق وأثبت المجد خاطي عبرة وغنى مثل البهار على خديك والعنم نعم سرى طيف من أهوى فأرقني والحب يعترض اللذات بالآلام مولاي صل وسلم دائما أبدا
محوتني النصح لكن لست أسمعه إن المحب عن العذال في صمامي إني اتهمت نسيح الشيب في عذالي والشيب أبعد في نصح عن التهامي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا رب يا الله, ഞങ്ങളെ ഈ മദ്ഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മറ്റെല്ലാ അംബിയാ സിദ്ദീഖീങ്ങൾ ശുഹദാ സ്വാലിഹീങ്ങളിലേക്ക് ഞങ്ങളെ മശായിഖന്മാർ അവരിലേക്കൊക്കെ അതിൻ്റെ പുണ്യം എത്തിക്കണേ അല്ലാഹ്. അവർക്ക് ഉന്നതമായ ദറജ നൽകണേ അല്ലാഹ്, ദറജ നൽകണേ അല്ലാഹ്. അവരെ മദദും തിരുനോട്ടവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശക്തമായി മഹബ്ബത്ത് വെക്കാനും അവിടുത്തെ ഇത്തിബാ ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചവർക്കൊക്കെ മാപ്പ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും ത്വാഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിലെത്തിക്കണേ അല്ലാഹ്. റബ്ബേ, ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി വൃത്തത്തിലായി നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നല്ല ബറക്കാത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ആഖിബത്തും നന്നാക്കണേ, സ്വർഗം ഞങ്ങൾക്ക് വജൂബാക്കണേ അല്ലാഹ്. اللهم اجعلنا من الصديقين، اللهم اجعلنا من الصديقين، اللهم اجعلنا ووالدينا وأساتذتنا ومن تعلقوا بنا من الصديقين. آمين برحمتك يا أرحم الراحمين وبفضلك. صلى الله